ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ സബ്ജക്റ്റ് കാസ്റ്റർ ഓയിൽ ആൻഡ് ഇറ്റ്സ് ബെനിഫിറ്റ്സ്. കാസ്റ്റർ ഓയിൽ ഒരു നാച്ചുറൽ ബോട്ടോക്സ് ആണ്. അതിൽ വൈറ്റമിൻ ഇ കണ്ടൻറ്റ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു നല്ലൊരു മോയ്സ്ചറൈസർ കൂടിയാണ്. കാസ്റ്റർ ഓയിൽ പെനിട്രേറ്റ് അവർ സ്കിന്ന് ആൻഡ് മോയ്സ്ചർ അവർ സ്കിന്ന്. അങ്ങനെ നല്ലൊരു എന്താ പറയുക സ്റ്റിമുലേറ്റിംഗ് ഏജൻറ്റ്, നമ്മുടെ ഒരു നല്ലൊരു കൊളാജൻ ബൂസ്റ്ററാണ് കാസ്റ്റർ ഓയിൽ. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ടും ഒരു കാസ്റ്റർ ഓയിൽ യൂസ് ചെയ്യൂ. അതിൻ്റെ റിസൾട്ട് നിങ്ങൾ മനസ്സിലാക്കൂ. കാസ്റ്റർ ഓയിൽ ഒരു സ്കിൻ പ്രൊട്ടക്റ്റീവ് ഏജൻറ്റാണ്. ഇത് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട്, നമ്മുടെ സ്കിന്നിൽ വരുന്ന ബ്ലെമിഷസ്, ഏജ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഡാർക്ക് സ്പോട്ട്, സ്കാർസ്, അങ്ങനെ നമ്മുടെ സ്കിന്ന് ഡാമേജ് ആകുമ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനെ അത് റീജനുവേറ്റ് ആക്കി നമ്മുടെ സ്കിന്നിനെ ഷൈനിങ്, സ്മൂത്ത് ആൻഡ് ഗ്ലോയിങ് ആക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനും അതുപോലെ നമ്മുടെ സ്കിന്നിൽ വരുന്ന സ്കാർസ്, അങ്ങനെ സ്കിൻ റാഷസ്, ചില ഫംഗൽ ഇൻഫെക്ഷന്, ഇതിനെല്ലാം ഉള്ള ഒരു നാച്ചുറൽ റെമഡിയാണ് കാസ്റ്റർ ഓയിൽ. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങളൊരു കാസ്റ്റർ ഓയിൽ റെഗുലർ യൂസ് ചെയ്യുക. റെഗുലർ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ വീക്കിലി വൺസ് എങ്കിലും അപ്ലൈ ദിസ് ആൻഡ് മസാജ് 5 minutes ഇൻ യുവർ ഫേസ് ആൻഡ് ഹാൻഡ്സ് ആൻഡ് ലെഗ്സ്. ഇതിൻ്റെ റിസൾട്ട് വളരെ വലുതാണ്. നിങ്ങൾ യൂസ് ചെയ്യൂ. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ തരുന്ന ഒരു സ്കിൻ പ്രൊട്ടക്റ്റീവ് ഏജൻറ്റാണ് ഇത്. UV റേസിൽ നിന്നും നമ്മളെ സ്കിന്നിനെ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യണു. അതുപോലെ തന്നെ ഇതൊരു നല്ലൊരു ആൻറ്റി ഏജിങ് ഏജൻറ്റ് കൂടിയാണ്. നമ്മുടെ സ്കിന്നിൽ വരുന്ന റിങ്കിൾസ്, ഏജ് ആവുന്നവരും നമ്മുടെ സ്കിന്നിന് ലോസ് ആവണ നാച്ചുറൽ ഫിലിമി സ്ട്രക്ചറും അതെല്ലാം നമുക്ക് ലോസ് ആവുമ്പോൾ അതിന് മാനേജ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഗുഡ് ഏജൻറ്റാണ് കാസ്റ്റർ ഓയിൽ. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ടും കാസ്റ്റർ ഓയിൽ അപ്ലൈ ചെയ്ത് നോക്കൂ. ഇനിയും ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കാസ്റ്റർ ഓയിൽ. നമ്മുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു കുറച്ച് കാസ്റ്റർ ഓയിൽ എടുത്ത് നന്നായിട്ട് അത് വാമാക്കി നമ്മുടെ സ്കിന്നിൻ്റെ ഹെഡിൻ്റെ സ്കാൽപ്പിൽ നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മൾക്ക് ഒരു 5 minutes ശേഷം വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിന് അത് നല്ലൊരു എന്താ പറയുക ഷൈനിങ്ങും തരും. അതുപോലെ തന്നെ നമ്മുടെ റൂട്ടിനെ അത് എനർജറ്റിക് ആക്കുകയും ചെയ്യും. നമ്മുടെ ഹെയർ ഫോൾസിനെ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് നന്നായിട്ട് നമ്മളൊരു കാസ്റ്റർ ഓയിൽ വാമാക്കി അത് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ റിസൾട്ട് വളരെ വലുതാണ്. അതുപോലെ തന്നെ നമ്മുടെ നമ്മളുടെ ഐബ്രോസ് ബ്ലാക്ക് ആൻഡ് ഐബ്രോസിൽ തിക്ക് ഹെയർസിന് വേണ്ടി ഐബ്രോസ് പൊഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു തിൻ ലെയറായിട്ട് നമ്മൾ കാസ്റ്റർ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ ലിറ്റിലായിട്ട് നേരു ലൈനായിട്ട് നമ്മൾ ഐ ലാഷസിൽ നമ്മൾ കാസ്റ്റർ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതും ഒരു നല്ലതാണ്. നമ്മുടെ ഐലാഷസ് പൊഴിഞ്ഞു പോവാതിരിക്കാനും ഐലാഷസ് തിക്കായിട്ടിരിക്കാനും നല്ലൊരു നല്ലൊരു ബ്രൈറ്റ് ലുക്കിനും വേണ്ടിയിട്ട്, കണ്ണുകളുടെ ബ്രൈറ്റ് ലുക്കിനും വേണ്ടിയിട്ട് കാസ്റ്റർ ഓയിൽ അപ്ലൈ ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ റിസൾട്ട് വളരെ വലുതാണ്. അപ്പോൾ കാസ്റ്റർ ഓയിൽ
മൊത്തത്തിൽ നമ്മൾക്ക് ഒരു നല്ലൊരു നാച്ചുറൽ ബോട്ടോക്സ് ആണ്. അതുകൊണ്ട് നമ്മൾ മസ്റ്റായിട്ടും കാസ്റ്റർ ഓയിൽ അപ്ലൈ ചെയ്യണം, യൂസ് ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ്, നിങ്ങൾ ഏത് ബ്രാൻഡാണ് യൂസ് ചെയ്യണ കാസ്റ്റർ ഓയിൽ, ഏത് ബ്രാൻഡാണ് ഇതിപ്പോൾ കോൾ ബ്രാൻഡഡ് ആണ്, കോൾ പ്രസ്ഡ് ആണ്, അതുകൊണ്ട് ഇതാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഏത് ബ്രാൻഡാണ് യൂസ് ചെയ്യണത് അതും കൂടി നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇനിയും ഒരുപാട് ബെനിഫിറ്റ്സിൻ്റെ കാസ്റ്റർ ഓയിലുണ്ട്. അതുകൊണ്ട് അത് വീഡിയോ അത്രയും നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റൂബി സൈനിങ് ഓഫ്.